പുതിയതായി റണ്ണിങ്ങിലോട്ട് വരുന്ന എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ആദ്യത്തെ റണ്ണ് മുതലേ ഭയങ്കര സ്പീഡിൽ മാക്സിമം എഫേർട്ടി ഓടുക എന്നുള്ളത്. കാരണം നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഓക്കെ ഒരു റേസിൽ ഫസ്റ്റ് ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യുന്ന ആളാണ് എപ്പോഴും ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ട്രെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് റേസിൽ ഷൈൻ ആവാൻ പറ്റൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ ആദ്യം വരുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് റണ്ണിങ് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് സ്പീഡിന് അതേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് എയറോബിക് എൻഡ്യൂറൻസ്. സോ എയറോബിക് എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ഈസി റൺസ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ റീലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിക്കവറി റണ്ണും ഈസി റണ്ണും സിമിലർ ആണ്, എന്നാൽ അത് ഡിഫറൻ്റ് ആണ്. എങ്ങനെയൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളതാണ് ഇന്നത്തെ റീലിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു 3 മിനിറ്റ് റീലിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഈ റീലിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്താണ് ഈസി റൺ എന്നുള്ളൊരു ഔട്ട്ലൈൻ തരാം. ബാക്കി ഇനി വരുന്ന ദിവസങ്ങളിലുള്ള റീലായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടാവും. പേര് പറയുന്ന പോലെ തന്നെ ഈസി റൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ലോ ഇൻറ്റൻസിറ്റി എഫേർട്ടിൽ എന്നാൽ എയറോബിക് എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന റൺസിനെയാണ് നമ്മൾ ഈസി റൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓടുന്ന റണ്ണ് ഈസി റണ്ണാണെന്ന് അറിയാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി, നിങ്ങൾ ഓടുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലോ അവരെടുത്ത് നിങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുക തന്നെ ഒരു കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പേസിൽ ഓടുന്നതിനെ മാത്രമേ നമുക്ക് ഈസി റണ്ണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് ഓടുന്നതിൻ്റെ കൂടെ തന്നെ കംഫർട്ടബിളി അടുത്ത് പോകുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ഇൻറ്റൻസിറ്റിയിൽ ഓടുന്ന റണ്ണാണ് ഈസി റൺ. സോ ഈസി റൺസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി റൺ കഴിഞ്ഞ് റിക്കവർ ആവാൻ ഒരു ഹാർഡ് റണ്ണിൻ്റെ അത്രയും ടൈം എടുക്കില്ല. കാരണം നിങ്ങളുടെ മസിൽസിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് വരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബോഡി അത്രയും എനർജി യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിക്കവറി കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും. നിങ്ങൾ ഏതൊരു എൻഡ്യൂറൻസ് റണ്ണിങ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ്ങിൻ്റെ ഗൈഡ് നോക്കിയാലും നിങ്ങൾ ഈസി റൺ എന്നുള്ളൊരു വേർഡ് കാണും. കാരണം പല എലൈറ്റ് അത്ലീറ്റ്സ് പോലും അവരുടെ ട്രെയിനിങ്ങിൽ നല്ലൊരു ശതമാനം റൺസും ഈസി ആയിട്ടാണ് ഓടുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് റേസ് ഡേയിൽ നല്ല ഹാർഡായിട്ട് ഓടാനുള്ള എനർജി ഉണ്ടാവുകയുള്ളൂ. കാരണം നമുക്ക് ആ എനർജി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എയറോബിക് എൻഡ്യൂറൻസ് ഒരു ലെവൽ വരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ സ്പീഡും ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഐഡിയൽ ട്രെയിനിങ് പ്ലാനിൽ നമുക്ക് ഈസി റൺസ് വേണം, നമുക്ക് റിക്കവറി റൺസ് വേണം, അതേപോലെ നമുക്ക് സ്പീഡ് റൺസും വേണം. സോ ഈ ഒരു ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഒരു കെട്ടിടം പണിയേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഫൗണ്ടേഷൻ കെട്ടാനായിട്ട് ഈസി റൺസിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ഈസി റണ്ണിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ റീലായിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ വീഡിയോസൊക്കെ മിസ്സാവാതെ കാണണം എന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ റണ്ണിങ് കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ റണ്ണിങ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.